എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ സ്റ്റഡി അബ്രോഡ് എന്ന് തുടങ്ങുന്ന പരസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഉത്സവപ്പറമ്പുകളിൽ നാം കുട്ടികളുമായി പോയി കഴിഞ്ഞാൽ അവിടെ പല ഉപകരണങ്ങളും പിള്ളേരുടെ ടൈം പാസിങ്ങിനെ കളിക്കാൻ ഊഞ്ഞാൽ കാണും, റൈഡർ കാണും, അങ്ങനെ പല ഇതിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പല ഗിമ്മിക്സും കാണിക്കും. കുട്ടികൾ ആദ്യം ഇവർക്ക് ഫ്രീ ആണെന്ന് പറയും, ക്യാഷ് വാങ്ങത്തില്ല. അതൊരു തന്ത്രത്തിൻ്റെ ബിസിനസ്സിൻ്റെ തന്ത്രമാണ്. കുട്ടികളവിടെ പോകും, ഒന്ന് കളിക്കും, പിന്നെ അവരവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. കുട്ടികൾ ആ ഉപകരണങ്ങളിൽ നിന്ന് ഇറങ്ങാത്ത ഒരു അവസ്ഥ വരുമ്പോൾ പേരൻസ് അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അവസാനം അവർ ക്യാഷും കൊടുക്കും. ഇതിൽ സംഭവിക്കുന്നത് ഈ കുട്ടികൾ എപ്പോഴും ഇതൊരു ഓർമ്മയിലുണ്ടാവും. കാരണം അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പാർക്കിൽ പോകണം, കളിക്കുന്നത്, ഇവർ ശാഠ്യം പിടിക്കും. പേരൻസ് കൊണ്ടും ഒരു കുഞ്ഞുങ്ങളും എല്ലാം ആയിരിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് പേരൻസ് വേണ്ടത് ചെയ്തു കൊടുക്കും. ഇതുപോലെയാണ് ഇന്ന് പത്രങ്ങൾ കാണുമ്പോൾ പല പരസ്യങ്ങൾ. അതിലൊരു പരസ്യം കാണുന്നത് കൊട്ടാരം പോലുള്ളൊരു കോമ്പസ്. അത് ഈ പരസ്യം കൊട്ടാരത്തിനല്ല, പരസ്യം സ്റ്റുഡൻസിനെ വെക്കേണ്ട. കാരണം കൊട്ടാരം പോലുള്ള ഒരു കോമ്പസ്. മിക്കവാറും ഈ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഈ ക്യാമ്പസൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. നല്ല ഗുഡ് ആർക്കിടെക്ചർ ഇതൊക്കെയാണ്. അപ്പോൾ അതൊരു വലിയൊരു അട്രാക്ഷൻ. ആ ഒരു അട്രാക്ഷൻ ഇവിടെ പത്രപരസ്യത്തിൽ കൂടി കാണിച്ച് പിള്ളേരെ അട്രാക്റ്റ് ചെയ്ത് സ്റ്റുഡൻസായി കോളേജിൽ അഡ്മിഷൻ വായിപ്പിക്കുക. ഇതാണ് മുഖ്യ ലക്ഷ്യം. എന്നാൽ ഈ കുട്ടികൾ ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്, കോളേജിനെ കുറിച്ച് ഡീപ്പായിട്ട് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയില്ല. കാരണം ഇവരെങ്ങാനും ഈ ഏജൻസിമാരുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അട്രാക്റ്റീവ് ഫർണിഷിങ്ങും അവിടുത്തെ റിസപ്ഷനും അവിടുത്തെ കൗൺസിലും പിള്ളേരൊരു വിധമാകും. ദർ ഓൾറെഡി ഡിസൈഡ് ഒക്കെ നമുക്ക് ഇന്ന കാളയിൽ തന്നെ പോകാമെന്ന് ഉറപ്പിക്കും. പക്ഷേ ഇവർ ഇങ്ങനെ ചെയ്യുന്നവർ പ്രധാനമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ കോളേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ അവരുടെ ആപ്ലിക്കേഷൻ നോക്കി കമ്പ്യൂട്ടറിലൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കി ടോട്ടൽ A to Z നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഈ നിങ്ങൾ പോണ കോളേജിലെ ഡിഗ്രി, ഇപ്പോൾ MBBS ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഡിഗ്രി വാല്യൂ ഉള്ളതാണോ ഇല്ലയോ ഒക്കെ നോക്കണം. കാരണം പല കുട്ടികളും ഒത്തിരി അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നാട്ടിലെ വീടും പറമ്പും പണയം വെച്ച് പഠിക്കാൻ പോയി കഴിയുമ്പോൾ വീടും പറമ്പും പോവും, പലിശയുമായിട്ടെല്ലാം അവസാനിക്കും. അവസാനം ഒന്നും അവസാനിക്കാതെ നിരാശരായി തിരിച്ചു വരേണ്ട സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില കുട്ടികൾക്ക്. പിന്നെ കുട്ടികളവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു മണിക്കൂറൊക്കെ കിട്ടും. അപ്പോൾ കഷ്ടിച്ച് ആ പണികളൊക്കെ ചെയ്ത് അവരുടെ എക്സ്പെൻസൊക്കെ അങ്ങോട്ട് പോകും. ഒരു ചില കുട്ടികൾ വളരെ ഹാർഡായിട്ട് വർക്ക്, വളരെ ബുദ്ധിമുട്ടി പേരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവർ അവർ നല്ല രീതിയിൽ അധ്വാനിച്ച് വീട്ടിൽ ക്യാഷ് അയക്കാം, ആ ലോൺ തീർക്കാനുള്ള സംവിധാനം നോക്കും. പക്ഷേ ഇതിൽ പതിയിരിക്കുന്ന മറ്റൊരു അപകടം, ഇതിലേറ്റവും പ്രധാനം, ഈ കുട്ടികൾ ആ കടം തീർക്കാൻ വേണ്ടി കൂടുതൽ പണികളെടുത്ത് ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകും. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ, ഇമിഗ്രേഷൻ ഇവരെ ചെക്ക് ചെയ്ത് ഇവർ സ്റ്റുഡൻ്റാണ്, അവർക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന സമയത്തിൽ കൂടുതൽ പണി ചെയ്യുന്നെങ്കിൽ ഇവർ കോളേജിൽ അന്വേഷിക്കും. കോളേജ് അധ്യാപകർ അവർ വലിയ ടെക്നിക്സാണ്. കോളേജ് അതോറിറ്റികൾ ഈ കുട്ടിയുടെ പ്രസൻസ് നോക്കും. ആ പ്രസൻസ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ആബ്സെൻ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ അപ്പം തന്നെ ഡീപ്പോർട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. കാരണം കോളേജിന് അതൊരു നഷ്ടമല്ല. കോളേജ് ഈ കുട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത കുട്ടി റെഡി ആയിട്ടിരിക്കണം. അത് ഏജൻറ്റുമാർ ഇവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളോടും എല്ലാ മാതാപിതാക്കളോടും പറയാം, നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും പുറത്ത് പഠിപ്പിക്കാൻ വിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആ കോളേജിൻ്റെ ക്രെഡിബിലിറ്റി, അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കി വേണം വിടാൻ. കാരണം ഈ യൂറോപ്പിൻ്റെ കുഞ്ഞു രാജ്യങ്ങൾ ഈ സാധാരണ ക്യാമ്പസിൻ്റെ ഒത്തിരി ഉണ്ട്. അത് നല്ല കെട്ടിടങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ഡിഗ്രികൾ വാല്യൂ ആണെന്ന് കൂടെ ഒന്ന് പരിശോധിക്കണം. ഈ ഏജൻറ്റന്മാർ പറയുന്ന മൊത്തം മുഖവിലേക്ക് എടുക്കാതിരിക്കാം. ചിലവർ സത്യം പറയും. അപ്പോൾ നമ്മളൊരു
ഒരു ഓഫീസിൽ ഒരു ഏജൻറ്റ് ഓഫീസിൽ കടന്നു വിടുമ്പം അവരിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളിതില്ലാതെ ഒന്ന് പ്രത്യേകം എന്താ പറയുക ഒന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും, കുട്ടികളുടെ ഭാവി നശിക്കും. അപ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് ആ മോൻ പുറത്ത് പഠിക്കുന്നുള്ളൊരു പേരിന് വേണ്ടി മാത്രം വിടുന്നതിൽ അർത്ഥമില്ല. അത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി പിള്ളേരെ അയപ്പിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. പക്ഷെ അത് ഭാവി ഭാസുരമാകണമെങ്കിൽ അവർ പോണ കോളേജിൽ പോയിട്ട് A to Z വിവരങ്ങൾ നാം ശേഖരിച്ചിരിക്കണം. ഇതിലേറ്റവും വലിയൊരു അപകടം പതിയിരിക്കുന്നത് ഇങ്ങനെ പോണ ചില കുട്ടികൾ അവരുടെ പഠിത്തം ഒന്നും ശരിക്ക് നടത്താൻ വയ്യാതെ ഇവർ ലാസ്റ്റ് ഒരു ഏജൻ്റായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ പല കോളേജിലും നടക്കുന്നുണ്ട്. കാരണം ഈ കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുത്താൽ സ്പോട്ട് അഡ്മിഷൻ വാങ്ങിക്കൊടുത്താൽ അവർക്ക് അതിനുള്ള കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ കോളേജിൽ അവിടെ നിന്ന് പഠിക്കുന്നവർ നാട്ടിലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാനിവിടെയാണ്, ഇവിടെ ഓക്കെയാണ് ഒക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ബോഡികൾ ബോധവൽക്കരിക്കും. ഈ പിള്ളേർ അതിലങ്ങോട്ട് അബദ്ധത്തിൽ വീണു. അപ്പോൾ നാട്ടുകാരനായിരിക്കും, ചിലപ്പോൾ ബന്ധുവായിരിക്കും, ഇവനവിടുത്തെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇവർക്കറിയില്ല. അവരുടെ ഇവിടെയെല്ലാം വളരെ സുഖമാണ്, ഇവിടെ ജോലി കിട്ടും, പലതും പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സത്യസന്ധമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരസ്യങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ നല്ലത് തന്നെ. പക്ഷേ ഒരു ഏജൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ 2, 3, 5 എത്ര ഏജൻസിനെ നിങ്ങൾ സമീപിക്കുന്നോ അവരിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനെല്ലാം നിങ്ങളൊന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. എവിടെയാണ് നിങ്ങളുടെ ഇതിന് യോഗ്യമാണോ അവിടേക്ക് ആയിരിക്കണം നിങ്ങളുടെ അഡ്മിഷൻ ശരിയാക്കേണ്ടത്. അല്ലാതെ വലിയ ഫുൾ പേജ് പരസ്യങ്ങളും ഒക്കെ വരുന്ന അതിനെ വിശ്വസിക്കരുത്. അതിൽ അപകടം പതിയിരിപ്പുണ്ട്. ഏറ്റവും വലിയ പരസ്യം കൊടുക്കുന്നതിന് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള കിടപ്പാടം പണയം വെച്ച് കുട്ടികളെ പുറത്തയക്കുമ്പോൾ അതിൻ്റെ എല്ലാ നൂലാമാലികളെയും അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ അയക്കുക. കാരണം ബാങ്കിൽ ഒത്തിരി ക്യാഷ് കിടമ്പോൾ അവർക്ക് ലോൺ കൊടുക്കണം, യാതൊരു കുഴപ്പമില്ല. ആ ഡോക്യുമെൻറ്റ്സ് ഒന്ന് കറക്റ്റ് അപ്പം തന്നെ ലോൺ സാങ്ഷൻ. അത് ഈ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് ഒരു വടികൾ ഈ ബാങ്ക് സെക്ടേഴ്സൊക്കെ അവർ ഉദാരമായ വടികൾ ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അവരങ്ങോട്ട് പിടിച്ചെടുക്കും. ആദ്യമൊന്ന് ചിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ നേരെ വീട്ടിലേക്ക് കടന്നു വരും. അവരുടെ ഓടിക്കോൾ റീപേയ്മെൻറ്റിനുള്ള സംവിധാനം അവർ ഇതാകും. അവസാനം ഈ പോണ പയ്യന് അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ തറവാടും കുടുംബവും ഒക്കെ അങ്ങോട്ട് പോയി കഴിയും. അതുപോലെ തന്നെ ഈ കുട്ടികൾ പുറത്തുപോയി അവിടെ സെറ്റിലാകുന്നുള്ള വലിയ മോഹങ്ങളുമായിട്ടൊക്കെയാണ് പോണത്. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കിൻ്റെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഓരോ രാജ്യത്തും അവർക്ക് കിട്ടുന്ന മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ ടൈറ്റാണ്. നിങ്ങൾ കാണാം, നിങ്ങളൊന്ന് നോക്കുക. ഈ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള നല്ല ടൈറ്റാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സ്റ്റുഡൻസൊക്കെ ജീവിക്കുന്നത്. പിന്നെ അവരുടെ വിഷമങ്ങൾ നാട്ടിൽ അറിയിക്കില്ല. സോ അബദ്ധത്തിൽ പെടാതിരിക്കുക. എന്ത് ചെയ്താലും ശ്രദ്ധിക്കുക. ഇന്ന് 1-ാം തീയതിയാണ്. ഈ ഒരു മാസമെങ്കിലും എന്തെങ്കിലും പ്രവർത്തനം ചെയ്യിക്കുമ്പോൾ അത് കറക്റ്റ് ആലോചിച്ച് എനിക്ക് സ്റ്റഡി ചെയ്ത് ഒക്കെ നിങ്ങളുടെ ബന്ധു ഒക്കെ ആണെങ്കിലും പുറത്ത് ഇവിടെ എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നൊരു എത്ര ഉണ്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക, അത്ര ഉണ്ട് നിങ്ങളുടെ മോനും നിങ്ങൾ ലോൺ എടുക്കുന്ന നിങ്ങളുടെ ആ പറമ്പും ഒക്കെ സുരക്ഷിതമായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാനും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.